ഹലോ മക്കളെ. അപ്പൊ മക്കളെല്ലാവരും നമ്മുടെ ഫൈനൽ എക്സാമിൽ 2 എക്സാം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ 2 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. അപ്പൊ എന്താണ് എന്റെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് മക്കളെല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ഇനി വരുന്ന എക്സാംസും അടിപൊളിയാക്കണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇടയിൽ കുറേ ലീവും സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ലീവൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പകരം നിങ്ങൾ ഈ ഒരു ലീവ് കുറച്ച് കളിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മിസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫൈനൽ എക്സാം ആണ് അല്ലെ, ഇനി നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇനി അവിടെ ഇല്ല. ഓണം എക്സാമിനാകുമ്പോൾ നമ്മൾ പറയും ക്രിസ്മസ് എക്സാം ഉണ്ടെന്ന്, ക്രിസ്മസ് എക്സാം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഇനി നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ടെന്ന് പറയും അല്ലെ. പക്ഷെ നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ് ഇനി വേറൊരു നമുക്കൊരു ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല. സോ എന്റെ മക്കള് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് നമ്മുടെ ആനുവൽ എക്സാം. അപ്പൊ 2 എക്സാം എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അടിപൊളിയാക്കിയ സ്ഥിതിക്ക് ഇനി വരുന്ന എക്സാമിലും നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാനായിട്ട് നാളെ കൃത്യം താഴെ കാണുന്ന സമയത്ത് നമ്മുടെ എക്സാം വിന്നർ ഹോൾ ടീം നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരോടും കറക്റ്റ് സമയത്ത് തന്നെ ലൈവിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മുടെ എക്സാം വരുന്നത് മാർച്ച് 11-നാണ് അല്ലെ? അപ്പൊ നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ലീവ് വരുന്നുണ്ട്. സോ ഒരാഴ്ചയിൽ എങ്ങനെ നമുക്ക് കുറെ സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഫേസ് ചെയ്യാനുള്ള എക്സാമിന് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈവിൽ നമ്മൾ റിവീൽ ചെയ്യും. മിസ്സുമാർ പറഞ്ഞു തരുന്ന രീതിയിൽ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്റെ മക്കൾ എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുമെന്ന് മിസ്സിന് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, വേഗം അറിയാത്ത കുറെ കൂട്ടുകാരുണ്ടായിരിക്കും, അവർക്ക് എല്ലാവർക്കും ലൈവ് ഒക്കെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈവ് ഓൾറെഡി നമ്മുടെ ചാനൽ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന എക്സാം വിന്നറിനൊപ്പം പഠിച്ച് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ എന്റെ മക്കൾ റെഡി ആണെങ്കിൽ റെഡി എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ കൃത്യം താഴെ കാണുന്ന സമയത്ത് കാണാം.